നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. SIRൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്രം. വരുന്ന ചൊവ്വാഴ്ച പാർലമെന്റിൽ 10 മണിക്കൂർ ചർച്ച. ബുധനാഴ്ച മറുപടി. ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധം. കേരളത്തിൽ SIR നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാമെന്ന് സുപ്രീംകോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെ SIRന് ഉപയോഗിക്കരുത്. തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിച്ച 1 ലക്ഷം ഉദ്യോഗസ്ഥരെ വെച്ച് നടപടികൾ പൂർത്തിയാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ്. സംസ്ഥാനത്തിനാണ് പ്രശ്നമെന്ന് കമ്മീഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു യുവതി കൂടി. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി. DGPക്ക് കൈമാറിയെന്ന് VD സതീശൻ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം. അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ. സഞ്ചാർ സാഥി ആപ്പിൽ വിശദീകരണവുമായി കേന്ദ്ര ടെലികോം മന്ത്രി. ആപ്പ് ഉപയോഗിക്കുന്നതിൽ ഉപയോക്താവിന് തീരുമാനമെടുക്കാം. ആപ്പ് ഒഴിവാക്കണമെങ്കിൽ ചെയ്യാമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ. സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് മത്സരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും ഒഴിവാക്കി കുറ്റപത്രം. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രം പ്രതി. അശ്ലീലാംഗ്യം കാണിച്ചതിൽ ഡ്രൈവർ യദുവിനെയും ഉൾപ്പെടുത്തും. കേസുമായി മുന്നോട്ടെന്ന് യദു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം നാളെ റായ്പൂരിൽ. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ കടുത്ത നിലപാടിൽ രോഹിത്തും കോഹ്ലിയും. പ്രശ്നപരിഹാരത്തിന് BCCI വിളിച്ച അടിയന്തര യോഗം നാളെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള യോഗം നാളെ ഡൽഹി. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊടുവിൽ SIRൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ചൊവ്വാഴ്ച പാർലമെന്റിൽ 10 മണിക്കൂർ ചർച്ച നടക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി മറുപടി നൽകും. വിഷയത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടതോടെയാണ് കേന്ദ്രം വഴങ്ങിയത്. 2 ദിവസത്തെ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ചയാകാമെന്ന് കേന്ദ്രം സമ്മതിച്ചു. വൈകിട്ട് ചേർന്ന കാര്യോപദേശക സമിതി യോഗമാണ് ചർച്ചയ്ക്കുള്ള സമയം തീരുമാനിച്ചത്. തിങ്കളാഴ്ച വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. ചൊവ്വാഴ്ച SIRൽ ചർച്ച. 10 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ബുധനാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ചർച്ചയ്ക്ക് മറുപടി നൽകും. SIRൽ അടിയന്തര പ്രമേയത്തിന് ഇന്നും നിരവധി നോട്ടീസുകൾ നൽകിയെങ്കിലും പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ വഴങ്ങിയില്ല. ഇതോടെ രാവിലെ മുതൽ ഇരുസഭകളും ബഹളമയമായി. രാജ്യസഭയിൽ വന്യജീവി ആക്രമണം സംബന്ധിച്ച് സംസാരിക്കാൻ എണ്ണീറ്റ V ശിവദാസൻ MP SIR ഉന്നയിച്ചത് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ഇടപെട്ട് തടഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ശബ്ദ വോട്ടോടുകൂടി ലോക്സഭ പാസാക്കി. ചർച്ചയില്ലാതെ സഭാ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ തീരുമാനം. അതേസമയം SIR വീണ്ടും സഭയിൽ കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തിന്റെ വിഷയദാരിദ്ര്യമാണെന്ന് ഭരണപക്ഷം മറുപടി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചർച്ചയിൽ ഭരണപക്ഷം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശ തീർക്കാനുള്ള സ്ഥലമല്ല സഭ എന്ന പ്രധാനമന്ത്രിയുടെ വാക്കും പ്രതിപക്ഷത്തിനു മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയും മറുപടിയും രാഷ്ട്രീയ പോരാട്ടമായി മാറും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്തെ SIR നടപടികൾ തുടരാം എന്ന് സുപ്രീംകോടതി. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ ആവശ്യം ന്യായവും നീതിയുക്തവുമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. SIR പ്രക്രിയയിൽ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുത് എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരല്ല, രാഷ്ട്രീയ പാർട്ടികളാണ് പ്രശ്നം നേരിടുന്നതെന്നും കോടതി വ്യക്തമാക്കി.
താൽക്കാലികമായിട്ടാണ് ഈ ഉത്തരവ് സുപ്രീം കോടതി പാസ്സാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന ഹർജികളെല്ലാം അവർ അവിടെ പെൻഡിങ് തന്നെ വെക്കുകയാണ്. ഈ ഉത്തരവിന്റെ ആദ്യത്തെ ആ ഒരു ഖണ്ഡിക നമ്മളൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇവരുടെ മറ്റ് ആവശ്യങ്ങളെല്ലാം ഉണ്ട്, ആ ആവശ്യങ്ങളെല്ലാം പിന്നീട് പരിഗണിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഈ നീട്ടിവെക്കുന്നതിനെ കുറിച്ചിട്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേരളത്തിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. സാഹചര്യം പരിശോധിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് SIR നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെ SIR-നായി ഉപയോഗിക്കരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി നിർണായക നിർദ്ദേശം നൽകിയത്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരാഴ്ചയോ അതിൽ കൂടുതലായി നീട്ടുന്നതിനോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ബൂത്ത് ലെവൽ ഏജൻസിന്റെയും എല്ലാം ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എത്രമാത്രം സമയപരിധിയാണ് നീട്ടേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ അവരുടെ നിവേദനത്തിൽ പറയേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ച് 2 ദിവസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ന്യായവും നീതിയുക്തവുമെന്ന് നിരീക്ഷിച്ച കോടതി SIR പ്രക്രിയയിൽ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരോ ഭരണഘടനാ സ്ഥാപനങ്ങളോ അല്ല SIR നടപടികൾ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികളാണ് പ്രശ്നം നേരിടുന്നതെന്നും കോടതി വ്യക്തമാക്കി. SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയെ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്ത്. ബലാത്സംഗ പരാതിയാണ് യുവതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഇമെയിലായി പരാതി നൽകിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പരാതി KPCC നേതൃത്വം പോലീസിന് കൈമാറി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, രാഹുലിന്റെ നില കൂടുതൽ പരുങ്ങലിലാവുകയാണ്. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഈ ഒരു പുതിയ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം. ഒപ്പം തന്നെ രാഹുലിനോടൊപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ രാഹുൽ കോൺഗ്രസിനും വലിയ തലവേദനയായി മാറുകയല്ലേ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കു മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യ പരാതി ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി അതിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മറ്റൊരു യുവതി ഇത്തരത്തിൽ സമാന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ യുവതി ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർത്തുന്നത്. ആദ്യ പരാതിക്ക് സമാനമായി ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. അതുപോലെ തന്നെ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു എന്നും ഈ പരാതിയിൽ ഏതായാലും സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസിൽ പരാതി നൽകാത്തത് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഭയന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിൽ ഒരു പരാതിയുമായി യുവതി പോകാത്തത് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. KPCC നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. അതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ പരാതി കൈമാറിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഏതായാലും KPCC നേതൃത്വം നിലവിൽ ഈ പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. നിയമപരമായി തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഏതായാലും തീരുമാനം. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ യുവതി പരാതിയുമായി രംഗത്തെത്തിയ സമയത്ത് തന്നെ KPCC നേതൃത്വം പരിങ്ങലിലായ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ വീണ്ടും രാഹുലിനെതിരെ സമാനമായൊരു പരാതി കൂടി ഉയരുമ്പോൾ അതിൽ കൃത്യമായൊരു നടപടി ഏതായാലും പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ സസ്പെൻഷൻ നടപടികളിൽ മാത്രമായി ഒതുക്കുന്ന ഒരു രീതിയാണ് നിലവിൽ ഏതായാലും കാണാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പാർട്ടിക്ക് ചെയ്യാനില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം ഉൾപ്പെടെയുള്ളത്. K. മുരളീധരനും അതുപോലെ തന്നെ VD സതീശനും ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഏതായാലും നൽകിയിരിക്കുന്നത്. സസ്പെൻഷൻ നടപടികൾ ഏതായാലും നടത്തി കഴിഞ്ഞു. ഇനി അതിൽ കൂടുതലൊന്നും തന്നെ പാർട്ടിക്ക് ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ളതൊക്കെ തന്നെ പോലീസും സർക്കാരുമാണ്. ഏതായാലും യുവതിയുടെ ഈ പരാതി പേര് വ്യക്തമല്ലാത്ത രീതിയിലാണ് മെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് പാർട്ടി ഏതായാലും ഈ പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം ഏതായാലും നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതേസമയം നാളെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അടച്ചിട്ട മുറിയിൽ ഈ രഹസ്യ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് അടച്ചിട്ട മുറിയിൽ ജാമ്യാപേക്ഷ എന്നൊരു ഹർജി നിലവിൽ ഏതായാലും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ യുവതിയുടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളുടെ മൊഴിയൊക്കെ തന്നെ ഏതായാലും അന്വേഷണ സംഘം നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയൊരു പരാതി കൂടി എത്തുന്നത് എന്നുള്ളത് ഈ പരാതിയുടെയും അതുപോലെ തന്നെ സംഭവത്തിന്റെയും ഗൗരവം ഏതായാലും വർദ്ധിപ്പിക്കുകയാണ്.
തീർച്ചയായും എന്തായാലും മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്തെത്തിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പോലീസിന് കൈമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇങ്ങനെ ഒരു പാർട്ടിയും ചെയ്തിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു പരാതിയും കിട്ടാതെ തന്നെ പാർട്ടി നടപടി എടുത്തിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കട്ടെ എന്നും വി ഡി പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹം ഒരു മണിക്കൂർ പോലും അത് കയ്യിൽ വെക്കാതെ അപ്പോൾ തന്നെ അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇതിനേക്കാൾ മാതൃകാപരമായിട്ടൊരു പാർട്ടി എങ്ങനെ ചെയ്യും? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചിട്ടില്ലല്ലോ. CPM പാർട്ടി സെക്രട്ടറിക്ക് കിട്ടിയ പരാതി പലർക്കും അയച്ചിട്ടില്ലല്ലോ. പോലീസ് അയച്ചിട്ടില്ലല്ലോ. പ്രധാനപ്പെട്ട പലരെ കുറിച്ചും. പക്ഷേ കോൺഗ്രസ് ഇതാണ്. കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ആദ്യത്തെ കേസിൽ FIR എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ്. ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും. ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടിയെടുത്തു. ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, മാതൃകാപരമായ രീതി. ഇപ്പോ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും. ഉറപ്പായിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച പരാതി DGPക്ക് കൈമാറിയതായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ചീത്തപ്പേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ കൂടുതൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ ഇത് കാരണമാണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ ഞങ്ങൾ നൽകിയത്. അപ്പോൾ പേരില്ലാത്ത പരാതിയാണെങ്കിൽ പോലും ആ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് അത് DGPക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ തുറന്നുള്ള നടപടികൾ, കാരണം ഇത് നിലവിലുള്ള ഇപ്പോൾ അന്വേഷിക്കുന്ന അതേ സംഭവം തന്നെയാണ് പരാതി രൂപത്തിൽ പാർട്ടിക്ക് കിട്ടിയത്. ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിലുള്ള വിഷയമാണ് പാർട്ടിയുടെ മുമ്പിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതിജീവിത എന്നുള്ള നിലയിൽ അവർ തന്ന പരാതി പാർട്ടിക്ക് ഇനി ചെയ്യാവുന്ന കാര്യം DGPക്ക് അയച്ചു കൊടുത്തു. പോലീസുമായി ഏത് കാര്യത്തിൽ വേണമെങ്കിലും പാർട്ടി സഹകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വളരെ വ്യക്തമായി പ്രസിഡന്റ് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. നിരാഹാര സമരത്തിലാണ് എന്നറിയിച്ച രാഹുലിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന കാരണത്താലാണ് പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. താൻ നിരാഹാര സമരത്തിലാണ് എന്ന് രാഹുൽ സൂപ്രണ്ടിന് എഴുതി നൽകിയിരുന്നു. പിന്നാലെയാണ് ജയിൽ മാറ്റം. സഞ്ചാർ സാഥി ആപ്പിൽ വിശദീകരണവുമായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ആപ്പ് ഉപയോഗിക്കുന്നതിൽ ഉപയോക്താവിന് തീരുമാനമെടുക്കാം. ആപ്പ് വേണ്ട എങ്കിൽ ഒഴിവാക്കാമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നീക്കം സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ഓൺലൈൻ തട്ടിപ്പ് തടയാനും സൈബർ സുരക്ഷ ഉറപ്പാക്കാനുമാണ് സഞ്ചാർ സാഥി ആപ്പ് സ്മാർട്ട് ഫോണുകളിൽ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. നവംബർ 28-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. 90 ദിവസത്തിനുള്ളിൽ ആപ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് വാർത്താവിതരണ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. ഇതോടെ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ നീക്കം മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ബിഗ് ബ്രദർക്ക് എല്ലാം നിരീക്ഷിക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെഗാസസിന്റെ അനുഭവം ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അടക്കം ജഡ്ജിമാരടക്കം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരടക്കം അത് അനുഭവിച്ചതാണല്ലോ പെഗാസസിന്റെ. ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. കാരണം ഇത് വളരെ വ്യക്തമാണ്. ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാനെന്ന വ്യാജേന സാധാരണക്കാരൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ. പ്രതിഷേധം ശക്തമായതോടെ വിശദീകരണവുമായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തി. മൊബൈൽ ആപ്പ് വേണമെന്ന് നിർബന്ധിക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാമെന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രിയുടെ നിലപാട്. സൈബർ സുരക്ഷയുടെ സാഹചര്യം വിലയിരുത്തിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പിടിവാശിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. संचार साथी एक ऐप है और एक पोर्टल है
जिसके आधार पर हर एक उपभोक्ता अपनी सुरक्षा अपने हाथों से कर पाता है. ആപ്പ് ഒരിക്കലും വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറില്ലെന്നും സന്ദേശങ്ങളോ ഫോൺ റെക്കോർഡോ ശേഖരിക്കുകയില്ല എന്നും BJP MP സംബീത് പത്ര പറഞ്ഞു. एक रिपोर्टर है मोबाइल फोन में, जैसे आप रिपोर्टर हैं, आप कुछ चुराते नहीं हैं, आप संविधान को और देश को बचाने का काम करते हैं. जो मेरे सामने मेरे साथी बैठे हैं वो संचार साथी हैं. ഇത്തരം സംവിധാനങ്ങൾ നിർബന്ധിച്ച് നടപ്പിലാക്കുന്നതിലൂടെ ജനാധിപത്യമാണ് അപകടത്തിലാകുന്നതെന്ന് ശശി തരൂർ MP പറഞ്ഞു. സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നായിരുന്നു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഇക്കാര്യത്തിൽ കമ്പനികൾ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഡിസംബർ 8 മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പത്മകുമാർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ 8ാം പ്രതിയാണ് A. പത്മകുമാർ. കുറ്റം തന്റേത് മാത്രമല്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ബോർഡിന്റെ തീരുമാനമാണ് താൻ നടപ്പിലാക്കിയത്. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് എല്ലാവരുടെയും അറിവോടുകൂടെയാണെന്നും പത്മകുമാർ സൂചിപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന കണ്ടെത്തലിലായിരുന്നു പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുരാരി ബാബു മുതൽ N. വാസു വരെയുള്ള പ്രതികൾ മുൻ MLAയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പത്മകുമാറിനെതിരെ മൊഴി നൽകിയിരുന്നു. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നായിരുന്നു ഇവരുടെ മൊഴി. എന്നാൽ ഇപ്പോൾ ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ടെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു. ഈ ജാമ്യാപേക്ഷയാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാനായി ഡിസംബർ 8 മാറ്റിയിരിക്കുന്നത്. മുൻപ് ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും KS ബൈജുവിനും കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. കേസിലെ 3ാം പ്രതിയായ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിജിലൻസ് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം. KSRTC ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും ആശ്വാസം. ഇരുവരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. മേയറെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകി. യദുവിനെതിരെ മ്യൂസിയം പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 2024 ഏപ്രിൽ 27 രാത്രി 10 മണിയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വച്ചാണ് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായത്. KSRTC ബസ് തടഞ്ഞ് മേയറും ഭർത്താവും ഡ്രൈവർക്കെതിരെ തട്ടിക്കയറിയ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകി. തന്റെ ജോലി തടസ്സപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത്. എന്നാൽ മേയറും MLAയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിൽ നിലവിലെ പ്രതി. തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് യദു അമൃത വാർത്തകളോട് പ്രതികരിച്ചിരുന്നു. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഇപ്പോഴല്ല, ഏകദേശം 2-3 മാസം മുന്നേ ഒഴിവാക്കിയതിന്റെ പേരിൽ ഞാനിപ്പോ കോടതി നിൽക്കുകയാണ്. അന്യായം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അന്വേഷണം നേരെ ചൊവ്വെ നടത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. അതുമല്ലാതെ പ്രൈവറ്റ് കംപ്ലൈന്റിൽ 6ാമതൊരു പ്രതിയും കൂടെ ആയിട്ടുണ്ട്. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യത്തിൽ മേയറെ വീണ്ടും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു കോടതിയിൽ വീണ്ടും ഹർജി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് പ്രതീക്ഷിച്ചത് തന്നെയെന്ന് ഡ്രൈവർ യദു പറഞ്ഞു. തെറ്റ് ചെയ്തവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓടിച്ചാണ് താൻ ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് യദുവിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി. മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആവശ്യത്തിന് വേണം, എല്ലാവർക്കും വേണം, പക്ഷെ ദുരുപയോഗം ചെയ്യാൻ ബാക്കിയുള്ളവരുടെ പേരിൽ. തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ ഭൂമി കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് നൽകാൻ അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ബ്രഹ്മോസ്, SSB, ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവയ്ക്കാണ് 257 ഏക്കർ ഭൂമി അനുവദിക്കുക. ഇതോടെ സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്രസേനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ടാകും. സമുദ്ര അതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘനാളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെടുന്നത്.
നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് 257 ഏക്കർ ഭൂമിയാണ് ബ്രഹ്മോസ് SSB ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവയ്ക്ക് കൈമാറാൻ പോകുന്നത്. അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപ്രധാനമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുമായുള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാണ് DRD ഭൂമി ആവശ്യപ്പെട്ടത്. ഇതിനാണ് സുപ്രീം കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം ആകെയുള്ള 457 ഏക്കറിൽ 200 ഏക്കർ ഭൂമി ജയിലിന്റെ ആവശ്യങ്ങൾക്കായി നിലനിർത്തും. തുറന്ന ജയിലുകളുടെ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ കോടതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ചാണ് നിർണായക അനുമതി കൊടുത്തത്. സശസ്ത്ര സീമാബലിന്റെ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിൽ ആരംഭിക്കണമെന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ദീർഘകാല ആവശ്യമാണ്. ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് നിലവിൽ വരുന്നതോടെ കേരളത്തിൽ കേന്ദ്രസേനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ടാകും. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും കേരളത്തിനെ സംബന്ധിച്ച് നിർണായകമാണ്. സംസ്ഥാന സർക്കാരിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കർ ഹാജരായി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു BJP അധ്യക്ഷന്റെ പ്രതികരണം. 100% എഴുതി വെച്ചോളൂ. 100% ഞാൻ മത്സരിക്കും. ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി പറയാം വേണമെങ്കിൽ. നിയമം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ മത്സരിക്കും. CPM സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ട് ഉണ്ട് എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഷീതു നിവേഷിന് 2 ഭാഗങ്ങളിലായി വോട്ട് ഉണ്ട് എന്നും സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. CPMന്റെ സ്ഥാനാർത്ഥിക്ക് പോലും 2 വോട്ടാണ്. എവിടെ എത്തും നമ്മുടെ ജനാധിപത്യം? ഞങ്ങൾ നേരത്തെ പറഞ്ഞു 25,000-ലേറെ ഇരട്ട വോട്ടുകൾ ഈ നഗരസഭയിലുണ്ടെന്ന് പറയും. അതിന് ഏതാണ്ട് 16,000 പരാതി കൊടുത്തു. ആ പരാതിക്ക് പരിഹാരം ഉണ്ടായത് മാത്രമല്ല, എല്ലാം കോമൺ ID കൊടുത്ത് എപ്പിക് ID വെച്ച് വോട്ടർ വിസ്തരിച്ചു. അതോടുകൂടി പിന്നെ സീരിയൽ നമ്പർ മാറ്റി, വാർഡുകൾ മാറ്റി, ബൂത്തുകൾ മാറ്റി, എല്ലാം ഇടകലർത്തി കൺഫ്യൂഷനാക്കി. അങ്ങനെ ഇപ്പം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഈ അപകടകരമായ കാര്യങ്ങൾ ചെയ്തത്. ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യണം. കാരണം ഒരേ വാർഡിൽ 2 ബൂത്തിൽ വോട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഏറ്റവും അവസാനമുള്ള പട്ടികയാണ്. ആ പട്ടികയിലെ അവസ്ഥയാണിത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നയാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുന്നതിനിടെ അറസ്റ്റിൽ. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുമ്മനം പുത്തൻപറമ്പിൽ രാഹുലിനെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020-ൽ രാഹുലിന്റെ സുഹൃത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി രാഹുലിന്റെ വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ചിരുന്നു. ഈ കേസിൽ അന്ന് രാഹുലിനെയും പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കേസിൽ കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത രാഹുൽ മുങ്ങി. തിരുവാർപ്പ് പഞ്ചായത്ത് 6-ാം വാർഡിൽ ഇയാൾ മത്സരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രചാരണത്തിനിടെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊല്ലം കോർപ്പറേഷനിലേക്ക് ചൂടുപിടിച്ച പ്രചരണവുമായി മുന്നണികൾ. 25 വർഷമായി LDF ഭരിക്കുന്ന കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വാശിയോടെ UDFും 6 സീറ്റുകളിൽ നിന്നും വലിയൊരു നേട്ടം ഇത്തവണ ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലോടെ BJP മത്സരത്തിനിറങ്ങുമ്പോൾ LDF ആകട്ടെ ഇടത് കോട്ടയ്ക്ക് കരുത്തു കൂട്ടാനുള്ള കരുക്കളുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൊടിതോരണങ്ങൾ ഉയർന്നു. ചുവരെഴുത്തും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ചെറുവഴികളിൽ പോലും തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ കാഴ്ചകളായി മാറിക്കഴിഞ്ഞു. നിലവിൽ LDFന് 38 സീറ്റും UDFന് 10 സീറ്റുകളുമുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ. BJPക്ക് 6ഉം SDPIക്ക് 1 സീറ്റുമാണുള്ളത്. LDFന്റെ 1 സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ RSP നേടി. 55 ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ ഇത്തവണ 1 ഡിവിഷൻ കൂടിയപ്പോൾ 56 ആയി. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി മത്സരത്തിന്റെ ആവേശം നിറച്ചു. 38 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ RSP 11 സീറ്റിലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് 5 സീറ്റിലും ഫോർവേഡ് ബ്ലോക്ക്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കുന്നു. INTUC നേതാവ് AK ഹഫീസിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് UDF ചുവപ്പുകോട്ട പിടിക്കാനൊരുങ്ങുന്നത്. ഇടതുമുന്നണിയിൽ CPIM 37ഉം CPI 17ഉം ജനതാദൾ S, കേരള കോൺഗ്രസ് B എന്നിവർ ഓരോ സീറ്റിലും ജനവിധി തേടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ സീറ്റ് വർധന ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ലെങ്കിലും പറയാതെ പറയുന്ന ചില പേരുകളിൽ മുതിർന്ന നേതാക്കളായ VK അനിരുദ്ധരും V രാജേന്ദ്രബാബുവും CPMന്റെ മേയർ മുഖങ്ങളാണ്. വിജയം തുടരുന്ന മേയർ ഹണി ബെഞ്ചമിൻ
ഇത്തവണയും ജനവിധി തേടുമ്പോൾ CPIയും മുന്നണിയിൽ കരുത്തു തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. BJP 55 സീറ്റിലും BDJS 1 സീറ്റിലുമാണ് ചുവപ്പുകോട്ടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ സീറ്റുകൾ കുറഞ്ഞപ്പോൾ കൗൺസിലർമാരുടെ എണ്ണം കൂടിയത് BJPയുടെ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വാശിയേറിയ ത്രികോണ പോരാട്ടത്തിന്റെ ചൂടിലാണ് കൊല്ലം കോർപ്പറേഷനും. അമൃത ന്യൂസ്, കൊല്ലം. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസ് തമാശയെന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പുറത്തുവിട്ടു എന്ന് മാത്രം. കള്ളക്കളി എല്ലാവർക്കും മനസ്സിലാകും. നാടകമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇങ്ങനെ ഒരു തമാശ ED നടത്തും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്രയും ഗൗരവം കാണുന്നത് അവരുടെ നോട്ടീസിന്. എന്തായാലും ഒരു കാര്യം സത്യമായി, ഈ നോട്ടീസ് അവർ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പുറത്തു വിട്ടു. മുമ്പൊരു നോട്ടീസ് വന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ മുമ്പൊരു നോട്ടീസ് വന്നത്. അത് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് വന്നതെന്ന് നമ്മൾ അറിഞ്ഞത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ്. എന്തായാലും ED ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പുറത്തു വിട്ടു. ഇതെല്ലാവർക്കും കള്ളക്കളി മനസ്സിലാവില്ലേ? ED മുൻപ് അന്വേഷിച്ച കേസുകളുടെ ഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. മാത്രമല്ല, നോട്ടീസ് അയക്കുമ്പോൾ നോട്ടീസിന് ആധാരമായി പറയുന്ന കാരണങ്ങൾ തന്നെ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സീരിയസ് ആയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും എടുക്കാതെ മറ്റ് വിഷയങ്ങൾ എടുത്തിട്ട് ഒരു നോട്ടീസ്. അപ്പോൾ ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിയില്ലേ? ഇത് വളരെ വ്യക്തമാണ്. രണ്ടിലും എന്തായാലും ഇത് ഒരു നാടകമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് വഴി നടന്നത് വലിയ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. 5 വർഷം കൊണ്ട് 1045 കോടി രൂപ കനേഡിയൻ കമ്പനിക്ക് കൊടുത്തു എന്ന് തോമസ് ഐസക് പറയുന്നത് പച്ചക്കള്ളം. ED നോട്ടീസിൽ വിശ്വാസമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഏർപ്പാട് മാത്രമാണിതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. തോമസ് ഐസക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കള്ളം. അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ല പബ്ലിക് പ്ലേസ്മെന്റ് വെച്ചാൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് CDPQ എന്ന കമ്പനി ഷെയർ വാങ്ങിയെന്ന് അദ്ദേഹം പറയുന്നത്. പച്ചക്കള്ളം പറയുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന കാലഘട്ടത്തിന്റെ മുഴുവൻ രേഖയും ഞാനന്ന് പുറത്തു കൊണ്ടുവന്നതാണ്. ഇതൊരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ 1045 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ പണം ഈ കമ്പനിക്ക് നൽകി അവരെ സന്തോഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ലാവലിന് ചെയ്ത ഉപകാരത്തിനുള്ള പ്രത്യുപകാരമാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. പിന്നെ ED നോട്ടീസിലൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ED പോലെ നോട്ടീസായി. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും PA മാർക്കൊക്കെ നോട്ടീസായില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസ് സാധാരണ നടപടിക്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മറുപടി തരികയാണ് സർക്കാർ ചെയ്യേണ്ടത്. ലണ്ടനിൽ നിന്ന് എന്തിന് പണം ശേഖരിച്ചു? ഇന്ത്യൻ ബാങ്കുകൾ വഴി എന്തുകൊണ്ട് പണം ശേഖരിച്ചില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ED എന്നൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. 2100 കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല? 9.5% ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ? പിന്നെ 22 കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു? അപ്പോൾ ഇതെല്ലാം നോർമൽ പ്രശ്നങ്ങളാണ്. ഫേമ അപ്രൂവൽ എടുത്തോ? RBIൻ്റെ അപ്രൂവൽ എടുത്തോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞ് ഓടരുത്. നിങ്ങൾ അതിൻ്റെ മറുപടി തരിക. ഇതല്ലേ ഒരു സർക്കാരിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ? അതല്ലാണ്ട് രാഷ്ട്രം എന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല. ശബരിമലയിൽ അന്നദാന മണ്ഡപത്തിൽ നടപ്പാക്കാനിരുന്ന സദ്യ വൈകും. മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷം സദ്യ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ സാങ്കേതിക പ്രശ്നങ്ങളാണ് സദ്യ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് ദേവസ്വം ബോർഡിന് മുന്നിലെ തടസ്സം. MM രാഗേഷ് സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനത്ത് അന്നദാന മണ്ഡപത്തിൽ ഈ മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷമാണ് സദ്യ നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് ആലോചിച്ചത്. അതേസമയം അന്നദാന വിതരണം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കരാറുകാരുടെ നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായതാണ്.
സദ്യ നടപ്പിലാക്കുമ്പോൾ വിഭവങ്ങളിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് നടപ്പിലാക്കുമ്പോൾ നേരത്തെ നിശ്ചയിച്ച തുകയിൽ ഉൾപ്പെടെ മാറ്റങ്ങളും ഉണ്ടാകും. ഇങ്ങനെ അധികമായി വരുന്ന തുക കരാറുകാർക്ക് നൽകുമ്പോൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ഇത്തരം നിയമ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. നിയമവശം അറിയുന്നതിന് ദേവസ്വം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും അടങ്ങുന്ന 5 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കമ്മിറ്റി ചേർന്ന് നിയമപ്രശ്നങ്ങൾ ലോ ഓഫീസറുമായി ഉൾപ്പെടെ ചർച്ചകൾ നടത്തും. നിലവിൽ 240ഓളം പേർ അന്നദാന മണ്ഡപത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. സദ്യയാകുമ്പോൾ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടി വരും. 4 തരം കറികൾ, പായസം, പപ്പടം, അച്ചാർ എന്നിവയടക്കമടങ്ങുന്നതാണ് സദ്യ. ഈ മണ്ഡലകാലത്ത് തന്നെ സദ്യ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്. ശബരിമല സന്നിധാനത്ത് അന്നദാന മണ്ഡപത്തിൽ സദ്യ നടപ്പിലാവണമെങ്കിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ ചില കടമ്പകളുണ്ട്. അതായത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേയുള്ളൂ സദ്യ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമലയിൽ അല്പസമയത്തിനകം ദീപാരാധന നടക്കും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
സന്നിധാനത്ത് ദീപാരാധന സമയമായിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിനം നാളെ. രണ്ടാം ഏകദിനവും ജയിച്ച പരമ്പര ഉറപ്പിക്കാനാകും ഇന്ത്യ ലക്ഷ്യമിടുക. അതേസമയം ടെസ്റ്റ് മത്സരത്തിൽ നേടിയ ആധികാരിക ജയം രണ്ടാം ഏകദിനത്തിൽ പുറത്തെടുക്കാനാകും ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുക. റായ്പൂരിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ നിർണായക ഇടപെടലുമായി BCCI. നാളെ റായ്പൂരിൽ പരിശീലകൻ ഗൗതം ഗംഭീർ, മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ എന്നിവരുമായി BCCI നേതൃത്വം ചർച്ച നടത്തും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നീ മുതിർന്ന താരങ്ങളും കോച്ച് ഗൗതം ഗംഭീറുമായി നിലനിൽക്കുന്ന അകൽച്ച പരിഹരിക്കുകയാണ് പ്രധാന ലക്ഷ്യം. BCCI അധ്യക്ഷൻ മിഥുൻ മൻഹാസ് യോഗത്തിൽ പങ്കെടുത്തേക്കും എന്നാണ് സൂചന. പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വലയ്ക്കുന്നത്. അതിന് കാരണം സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഓർഡറും ടീം തെരഞ്ഞെടുപ്പുമാണെന്ന് മുൻ താരങ്ങൾ ഉൾപ്പെടെ ആരോപിക്കുന്നു. ടീമിലെ മുതിർന്ന താരങ്ങളായ മുൻ നായകൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരെ വിശ്വാസത്തിൽ എടുക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിമർശനം. 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് പുതിയ ടീമിനെ വാർത്തെടുക്കുകയാണ് ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ഉദ്ദേശിക്കുന്നത്. എന്നാൽ പരിചയസമ്പന്നത പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മുൻ താരങ്ങൾ പറയുന്നു. നായകസ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റിയതും ടീമിൽ ഇടയ്ക്കിടെ വരുത്തുന്ന മാറ്റങ്ങളുമാണ് സ്ഥിരതയില്ലായ്മയ്ക്ക് കാരണമെന്ന് വ്യക്തമാണ്. T20 ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്ക് വ്യത്യസ്തമായ ടീമിനെയാണ് ഇപ്പോൾ ഇന്ത്യ ഇറക്കുന്നത്. ഇതിൽ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. T20യിൽ സൂര്യകുമാർ യാദവും. ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ വിരമിച്ചത്. കോഹ്ലിയും സമാന നിലപാട് സ്വീകരിച്ചു. നിലവിൽ ലോകത്തിലെ മികച്ച താരങ്ങളായ ഇരുവരും ഏകദിന ടീമിൽ മാത്രമാണുള്ളത്. ഇരുവരെയും ഒഴിവാക്കി 2027 ലോകകപ്പിലേക്ക് പുതിയ ടീമിനെയാണ് ഗംഭീർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓരോ മത്സരത്തിലും രോഹിത്തും കോഹ്ലിയും മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഗംഭീറിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിൽ ടീമിനെ KL രാഹുലാണ് നയിക്കുന്നതെങ്കിലും മൈതാനത്ത് കാര്യങ്ങൾ തീരുമാനിച്ചത് രോഹിത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അനുഭവ സമ്പത്തും യുവത്വവും ചേർന്ന ടീമിന് മാത്രമേ ലോക ചാമ്പ്യന്മാരാകാൻ കഴിയൂ എന്നുള്ളതാണ് മുൻ താരങ്ങൾ പറയുന്നത്. ടീമിൽ അടിക്കടി ഉണ്ടാകുന്ന മാറ്റങ്ങളും ബാറ്റിംഗ് ഓർഡറിൽ വരുത്തുന്ന കയറ്റിറക്കങ്ങളും ടീമിന്റെ സ്ഥിരതയെ ബാധിക്കുമെന്ന് രോഹിത്തും കോഹ്ലിയും പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ മുതിർന്ന താരങ്ങളെ കേൾക്കാൻ ഇതുവരെ ഗംഭീർ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് അസ്വാരസ്യം രൂക്ഷമായത്. മത്സരത്തിനിടെ ഗംഭീരമായി തർക്കിക്കുന്ന മുതിർന്ന താരങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടുകൂടിയാണ് BCCI നേരിട്ടിടപെട്ട് ചർച്ചകൾ ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നാളെ റായ്പൂരിൽ ചേരുന്ന യോഗത്തിൽ BCCI സെക്രട്ടറി ദേവജിത് സാക്യ, ജോയിന്റ് സെക്രട്ടറി പ്രഭ്തീഷ് സിംഗ് ഭാട്ടിയ എന്നിവർ പങ്കെടുക്കും. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും യോഗത്തിലുണ്ടാകും. മുതിർന്ന താരങ്ങളുടെ അഭിപ്രായവും BCCI തേടും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.